നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 163. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം അധ്യായം 4 ശ്ലോകം 10. വിജിഗിത്സിതമേതന്മേ ബ്രവീതു ഭഗവാന്യഥാ ശാബ്ദേ ബ്രഹ്മണി നിഷ്ണാദ പരസ്മിംശ്ച ഭവാൻ ഖലു. വിജിഗിത്സിതമേതന്മേ ബ്രവീതു ഭഗവാന്യഥാ ശാബ്ദേ ബ്രഹ്മണി നിഷ്ണാദ പരസ്മിംശ്ച ഭവാൻ ഖലു. എൻ്റെ ഈ സംശയം പറയണം. ശബ്ദബ്രഹ്മത്തിലും പരബ്രഹ്മത്തിലും കണ്ടവൻ എൻ്റെ സംശയം തീർത്തു തരണം. ആര്? അനുഭവസ്ഥൻ. അതിൻ്റെ ഭാവാർത്ഥമാണോ? ഭഗവാനായ നിന്തിരുവടി എൻ്റെ ഈ സംശയത്തെ തീർത്തു തരണം. ശബ്ദബ്രഹ്മത്തിൻ്റെയും പരബ്രഹ്മത്തിൻ്റെയും ശരിയായ ജ്ഞാനം അങ്ങയ്ക്കുണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഇതാരാ പറഞ്ഞത്? ശുഖബ്രഹ്മർഷി. അപ്പോൾ സൂത ഉവാച, സൂതനു മറുപടി പറഞ്ഞു. 11ാമത്തെ ശ്ലോകം. ഇത്യുപാമന്ത്രിതോ രാജ്ഞാ ഗുണാനുഗതനേ ഹരേ ഋഷികേശം അനുസ്മൃത്യ പ്രതിവക്തും പ്രചക്രമേ. ഇത്യുപാമന്ത്രിതോ രാജ്ഞാ ഗുണാനുഗതനേ ഹരേ ഋഷികേശം അനുസ്മൃത്യ പ്രതിവക്തും പ്രചക്രമേ. രാജാവിനാൽ ഹരിയുടെ ഗുണത്തെ പറയുന്നതിൽ പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട് ഇന്ദ്രിയങ്ങളുടെ പ്രേരകനെ ഓർത്തിട്ട് മറുപടി പറയുവാനായിക്കൊണ്ട് പുറപ്പെട്ടു. ഇവിടെ വളരെ മനോജ്ഞമായിട്ടുള്ള ഒരു അർത്ഥം, ഒരു വാക്കുണ്ട്. ഋഷികേശം, ഋഷികേശ, ഇന്ദ്രിയങ്ങളുടെ പ്രേരകൻ എന്നാണ് അർത്ഥം. ഇന്ദ്രിയങ്ങളുടെ പ്രേരകൻ എന്ന് പറഞ്ഞാൽ അത് വിദൂരത്തുള്ള ആളാവാൻ പറ്റില്ലല്ലോ. ഗുരുവായൂർ കിഴക്കേ നടയിലാണെങ്കിലും പടിഞ്ഞാറേ നടയാണെങ്കിലും ഗുരുവായൂരപ്പൻ വന്നിട്ടല്ലല്ലോ പ്രേരണ തരുന്നത്. പിന്നെ ആരാ മാഷേ? അവരവരുടെ ഹൃദയകമലത്തിലുള്ള ചൈതന്യം. എവിടെ മൂത്രം ഒഴിക്കാം, എവിടെ മൂത്രം ഒഴിക്കരുത്, എവിടെ തുപ്പാം, എവിടെ തുപ്പാൻ പാടില്ല, ഇത്തരം കാര്യങ്ങൾ, ആഗ്രഹാഭിലാഷങ്ങളെ ഇച്ഛിക്കുന്ന ഒരാൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഉള്ള പ്രേരണ എവിടുന്ന് വാങ്ങണം? ഇതിൻ്റെ അർത്ഥം അറിയണം. അത് കുടുംബക്ഷേത്രത്തിലത്തെ ദേവതയോ ഗ്രാമദേവതയോ രാഷ്ട്രദേവതയോ ഇഷ്ടദേവതയോ ഒന്നുമല്ല. അത് ബ്രഹ്മസ്വരൂപനായിട്ട്, അന്തര്യാമിയായിട്ട്, കൂടസ്ഥനായിട്ട്, സർവജീവഗുഹാശയനായിട്ട്, ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യോ ജീവ എന്ന പ്രമാണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ജീവാത്മാവാണ്. ആ ജീവാത്മാവ് തെറ്റിനും ശരിക്കും പ്രേരണ തരുന്നു. അതിന് കാരണം വ്യക്തികളുടെ മുൻജന്മ പാപപുണ്യങ്ങളുടെ ബാലൻസ് ഷീറ്റ് ആരുടെയിലുണ്ട്? പരബ്രഹ്മസ്വരൂപത്തിൻ്റെയിലുണ്ട്. അല്ലെങ്കിൽ അനാദികാലം ഞാൻ ആരൊക്കെയായിട്ട് ജനിച്ചിട്ടുണ്ടോ അപ്പോൾ ഒക്കെ എൻ്റെ സന്തത സഹചാരിയായിട്ട് എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം ഉണ്ടായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാണ്ട് ഇരുട്ടത്ത് തപ്പിയിട്ട് യാതൊരു കാര്യമില്ല. ഇറ്റ് ഈസ് സോ ഫ്രാങ്ക്, ഓപ്പൺ സിസ്റ്റം. അപ്പം ഋഷികേശൻ
ഒരമ്മയുടെ മക്കൾ 4 തരത്തിലാവാൻ കാരണം 4 മക്കളും അവരവരുടെ പൂർവജന്മാന്തര പാപപുണ്യങ്ങളുടെ ഭണ്ഡാകാരത്തിലുള്ള അസറ്റ് ശരിക്ക് ബാലൻസ് ഷീറ്റ് ശരിക്കും അറിയുന്ന ആൾ അവരവരുടെ ഉള്ളിലാണ്. ഒരുത്തൻ കക്കുന്നെങ്കിൽ ഒരുത്തൻ കക്കണില്ല. അങ്ങനെയല്ലേ? കക്കാൻ താല്പര്യമുള്ളവൻ കക്കണം, കക്കാൻ പാടില്ലാത്തവൻ കക്കണില്ല. അപ്പോൾ തന്നിൽ കവിഞ്ഞൊരു ദൈവമില്ല എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ തത്വമസി, ഈ മഹാവാക്യങ്ങൾ ഗുരുമുഖത്തിൽ നിന്ന് കേട്ടാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം സൂതൻ പറഞ്ഞു. എന്താ? ശ്രീഹരിയുടെ ഗുണങ്ങളെപ്പറ്റി പറയണമെന്ന് ഇപ്രകാരം രാജാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട ശുഗമുനി സർവേന്ദ്രിയങ്ങളെയും അതാത് വ്യാപാരങ്ങളിൽ പ്രേരിപ്പിക്കുന്ന ഹരിയെ സ്മരിച്ചുകൊണ്ട് മറുപടി പറയാൻ തുടങ്ങി. അപ്പോൾ ഈ ഋഷികേശൻ എവിടെ ഇരിക്കണത്? എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലെ, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലെ, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലെ 3 വട്ടം. ഇത് ഉറപ്പിക്കാണ്ട് ഭാഗവതം പിടിച്ചിട്ട് കാര്യമില്ല. ഇത് ഉറച്ചു കഴിഞ്ഞാലോ എല്ലാറ്റിനും മൂകസാക്ഷി നമ്മൾ തന്നെയാണ്. തെറ്റ് ചെയ്തതും തെറ്റ് ചെയ്യാണ്ടിരിക്കണേ. അമിനി ശ്രീശുകാവാച നമ പരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാന നിരോധലീലയാം ഗൃഹീതശക്തിത്രിതയായ ദേഹിനാം അന്തർഭവായ അനുവലക്ഷ്യവർമ്മനേ. നമ പരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാന നിരോധലീലയാ ഗൃഹീതശക്തിത്രിതയായ ദേഹിനാം അന്തർഭവായ അനുവലക്ഷ്യവർമ്മനേ. സത്തിൻ്റെ ഉൽപ്പത്തി. ഇവിടെ സദുഭവസ്ഥാന നിരോധലീലയാന്ന സദുദ്ഭവസ്ഥാന നിരോധലീലയ ഒരൊറ്റ വാക്കാം. സത്തിൻ്റെ ഉൽപ്പത്തി, പരിപാലനം, സംഹാരം എന്നീ ലീല കൊണ്ട് ഗ്രഹിക്കപ്പെട്ട 3 ശക്തികളോട് കൂടിയവനും, അതായത് ഗൃഹീത ശക്തി ത്രിതയായ ദേഹികളെന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരം, അന്തർഭവായ ഉള്ളിലിരിക്കുന്നവനും. ആരാ ഉള്ളിലിരിക്കണത്? ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ്. പിന്നെന്തിനാ നിങ്ങൾ ധൃതി പിടിച്ച് തിങ്കളാഴ്ച ഗുരുവായൂർക്ക് ഓടുന്നത്, വ്യാഴാഴ്ച വെള്ളിയാഴ്ച ചോറ്റാനിക്കര അമ്മ ഭഗവതിയുടെ അടുത്തേക്ക് ഓടുന്നത്? അറിവില്ലാത്തത് കൊണ്ടല്ലേ, അജ്ഞത കൊണ്ടല്ലേ, അന്ധകാരം നിറയ കാരണമല്ലേ. ഭഗവാൻ ഉള്ളിലിരിക്കണു എന്നുള്ള അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. സപ്താഹ സത്രങ്ങളിൽ എത്ര 1000 പേര് ഊണ് കഴിക്കുന്നുണ്ട്. അവർക്ക് എത്ര ആളുടെ കയ്യിൽ ഗോപാലൻ നായർ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക വ്യാഖ്യാനമുണ്ട്. വ്യാഖ്യാനം ഉണ്ടായാൽ മതിയോ? എത്ര ആൾ വായിച്ചിട്ടുണ്ട്? വായിച്ചാൽ മാത്രം മതിയോ? എത്ര ആൾ മനസ്സിലാക്കിയിട്ടുണ്ട്? പറയൂ. അത് തുറന്ന് പറയാനുള്ള ആർജവം എത്ര ശതമാനം ആൾക്കാർക്ക് നമ്മുടെ ഉള്ളിലുണ്ട്? ഞാൻ ആർക്കും എതിരല്ല. നിങ്ങളൊക്കെ എൻ്റെ സഹോദരന്മാരാണ്. നിങ്ങൾ ആ സ്ഥാനം എനിക്ക് തന്നിട്ടില്ലെങ്കിലും, തന്നാലും തന്നില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അപ്പോൾ ദേഹികളുടെ അന്തർഭവായ ഉള്ളിലിരിക്കുന്നവനും കാണപ്പെടുവാൻ കഴിയാത്ത മാർഗത്തോടു കൂടിയവനും അവൻ വരുന്നു പോണു. എവിടെ? ഭഗവാൻ എൻ്റെ ഉള്ളിലുണ്ട്. ഭഗവാൻ വരുന്നത് നമ്മൾ അറിയണില്ല, ഭഗവാൻ പോണതും അറിയില്ല. പിന്നെ ഒരു ലക്ഷണം വെച്ച് പറയും. തല ഒടിഞ്ഞാൽ അല്ലേ, കൈകാലം ഒടിഞ്ഞാൽ, അതായത് തളർന്നാൽ മനസ്സിലാവും. ഡോക്ടർമാർ വന്നിട്ട് വിരലിങ്ങനെ വെച്ച് നോക്കും, ചൂടുകാറ്റ് വരുന്നുണ്ടോ ഇല്ല. ചിലവർ ഞഞ്ഞത്ത് കുറച്ചിങ്ങനെ പതുക്കി നോക്കും. ഒരു കാര്യമില്ല, പോണ്ടവും പോയി. ഇത് ബാലപാഠ ഭാഗവതത്തിൻ്റെ ദ്വിതീയ സ്കന്ധത്തിലെ 4-ാം അധ്യായത്തിൽ വളരെ ആർജവത്തോടു കൂടി പറയണു. ദേഹികളുടെ ഉള്ളിലിരിക്കുന്നവനും കാണപ്പെടുവാൻ കഴിയാത്ത മാർഗത്തോടു കൂടിയവനും. അതിനാണ് പിന്നെ നമ്മൾ
സഗുണോപാസന 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 എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കണത്. ആരേനെ ഉപാസിക്കണത്? ആരേനെ വേഷം കെട്ടിക്കണത്? ബാലാഗ്രശതഭാഗസെ വിസ്തരസെ ഏകോ ജീവ, എങ്ങനെ വേഷം കെട്ടിക്കും? അപ്പോൾ അപരിച്ഛിന്നനുമായ പരമപുരുഷനായിക്കൊണ്ട് നമസ്കാരം. അവരവരുടെ ഹൃദയ ഗഹ്വരത്തിൽ വസിക്കുന്ന ദൈവത്തിനെ നമസ്കരിക്കാണ്ട് അമ്പലത്തിൽ പോയിട്ട് വില്ല് പോലെ വളഞ്ഞ് നിന്നാൽ ശരിയാവുമോ? മേല് ചളിയാവുമെന്ന് ഭയന്നിട്ടല്ലേ മക്കളെ? ഇത് ചളിയാണ്, ഈ ശരീരം മുഴുവൻ ചളിയാണ്. ശ്രീ ശുഗമുനി അരുൾ ചെയ്തു. അല്ല, ഭാവാർത്ഥം കേട്ടോളൂ. ഇഷ്ടദേവത ഗുരു നമസ്കാരാദി രൂപമായ മംഗളത്തെ ആചരിക്കുന്നു. അതൊക്കെ വേണം. ഇഷ്ടദേവത ഗുരു നമസ്കാരാദി. ഇപ്പം ഞാനും ഗം ഗണപതയേ നമ, സംസരസത്തെ സ്വഹ, ഓം ശ്രീ ഗുരുഭ്യോ നമ, ശ്രീ രംഗനാഥ ശർമ്മണേ നമ. അത് എൻ്റെ അച്ഛനാണ്, എനിക്ക് ജന്മം തന്ന അച്ഛനാണ്. എനിക്ക് വേദാന്തത്തിൻ്റെ ഹരിശ്രീ പഠിപ്പിച്ച ആളാണ്. അതിനു മുമ്പ് ഗുരു എന്നെ ഈ മാർഗത്തിലേക്ക് പിടിച്ചു കൊണ്ടുവന്ന ആൾ. അതാണ് ഞാൻ എപ്പോഴും ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ശ്രീ കരുണാകരൻ പിള്ള. അദ്ദേഹത്തിന് 83 വയസ്സുള്ളപ്പോഴാണ് ഞാൻ പരിചയപ്പെടുന്നത്. 2005 അദ്ദേഹം കാലഹരണപ്പെട്ടു പോവുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം എനിക്ക് തന്ന മാർഗനിർദ്ദേശത്തിൻ്റെ പേരിൽ ആണ് ഞാൻ ഇത്രയും വാചാലനാവുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു, പിന്നെ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടി പ്രകൃതിയുടെ രജസ് സത്വം തമസ് എന്ന 3 ഗണങ്ങളെ അംഗീകരിച്ച്, കാരണം ഭഗവാൻ ഗുണാതീതനാണ്. അപ്പോൾ പ്രകൃതിയുടെ ഗുണങ്ങളെ സ്വാംശീകരിച്ച് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ മൂർത്തിത്രയത്തെ സ്വീകരിച്ചും സർവപ്രാണികളുടെയും, അത് മനസ്സിലാക്കണം, സർവപ്രാണികളുടെയും അന്തർഭാഗത്തിൽ അന്തര്യാമി രൂപേണ വസിക്കുന്നത് കൊണ്ട് ആരാലും അറിയപ്പെടുവാൻ കഴിയാത്ത മാർഗത്തോടു കൂടി. അപ്പോൾ ഭഗവാനെ ഞാൻ അറിയും എന്ന് പറഞ്ഞാൽ അത് മണ്ടത്തര. പിന്നെ ആ അറിയപ്പെടാത്ത ചൈതന്യത്തിനൊരു അച്ഛനൊരു അമ്മ എങ്ങനെ ഉണ്ടാവുക? വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ആൾ. അപ്പോൾ നമ്മളെപ്പോഴും കോഷ്യസ് ആയിരിക്കണം. എന്താ, ആരോടാണ് നമ്മൾ പറയണത്? ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചാൽ അതിൻ്റെ പാപം എന്താണ്? മനസ്സിലായില്ലേ? അപ്പോൾ അറിയപ്പെടുവാൻ കഴിയാത്ത മാർഗത്തോടു കൂടി അപരിച്ഛിന്ന മഹിമാവായിരിക്കുന്ന പരമപുരുഷനായിക്കൊണ്ട് നമസ്കാരം. 13ാമത്തെ ശ്ലോകം. ഭൂയോ നമ സദ്വ്രജിനച്ഛിതേ അസതാം അസംഭാവായ അഖിലസത്വമൂർത്തയേ പുംസാം പുനഃ പാരമഹംസ്യ ആശ്രമേ വ്യവസ്ഥിതാനാം അനുമൃഗാദാശുഷേ. ഭൂയോ നമഃ സദ്വ്രജിനശ്ചിതേ അസതാം അസംഭാവായ അഖിലസത്വമൂർത്തയേ പുംസാം പുനഃ പാരമഹംസ്യ ആശ്രമേ വ്യവസ്ഥിതാനാം അനുമൃഗാദാശുഷേ. സത്തുക്കളുടെ പാപത്തെ സംഹരിക്കുന്നവനും. എല്ലാവരുടെയും ഇല്ല. സത്തുക്കളാണോ എന്ന് ഭഗവാൻ ശ്രദ്ധിക്കും. അസത്തുക്കളുടെ പറ്റില്ല. അസത്തുക്കളുടെ നാശത്തിനായി കൊണ്ടാണ് ഭഗവാൻ പിന്നെ അവതാരം ചെയ്തിട്ടുള്ളത്. നാശത്തിനായി കൊണ്ട് അഖില സത്വം സമസ്ത ദേവതാ സ്വരൂപനും. ഏതൊക്കെ ദേവതകളുണ്ടോ അതിൻ്റെയൊക്കെ സ്വരൂപം ഭഗവാൻ തന്നെയാണ്. പിന്നെ പരമഹംസന്മാരെ സംബന്ധിച്ചതായ ആശ്രമത്തിൽ ഉറച്ചിരിക്കുന്ന പുമാന്മാർക്ക് അന്വേഷണ ബലത്തെ കൊടുക്കുന്നവനുമായവന്. എന്താ ഭഗവാനെ നമ്മൾ അന്വേഷിക്കണം. ചിന്മാത്രനാണ്, ചിന്മയാനന്ദനാണ്, അന്തര്യാമിയാണ്, കൂടസ്ഥനാണ് എന്ന നിലയിലേക്ക് നമ്മൾ സ്വയം ഉയരണം. അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ ഒന്നും ചെയ്യില്ല. ഭഗവാൻ
അവരവരുടെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടേ ഫലം തരുള്ളൂ. സ്വാദില്ലാത്ത ഉണങ്ങിയ ശബരിമല അപ്പത്തിന് കാശ് കൊടുത്താൽ എല്ലാവർക്കും കിട്ടും. പക്ഷെ ബുദ്ധിയുള്ളവർ വാങ്ങില്ല. കാരണം എന്താ? ടേസ്റ്റും ഇല്ല, ഒന്നുമില്ല. ഭഗവാന് ടേസ്റ്റ് ഉള്ളതാണ് എഴുതിക്കേണ്ടത്, അതല്ല അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അന്വേഷണ ഫലത്തെ കൊടുക്കുന്നവനായിട്ട് അനുമൃഗാദാശുഷേ. വീണ്ടും നമസ്കാരം. വിചിത്ര ഫലദാതാവായ ഭഗവാന്റെ മഹിമയെ ഓർത്തുകൊണ്ട് വീണ്ടും നമസ്കരിക്കുന്നു. എത്രത്തോളം നമസ്കരിക്കണോ അത്രത്തോളം ലാഭ. വേദോക്ത ധർമ്മങ്ങളെ, വേദത്തിൽ പറഞ്ഞ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവരുടെ പാപങ്ങളെ നശിപ്പിക്കുവാനും. ഇനി എന്താ വേണ്ടത്? വേദോക്തമായ കർമ്മങ്ങൾ. ഇപ്പോൾ ഇന്നൊരു വീഡിയോ കണ്ടു. ഏതൊരു കാവിലെ വലിയ ചരക്കിൽ എണ്ണ തിളപ്പിച്ചിട്ട് ആ എണ്ണയൊക്കെ എടുത്തിട്ട് തിളയ്ക്കണ എണ്ണയൊക്കെ ഇങ്ങനെ വാരി കോരി തലയിലും മുഖത്തും മേലൊക്കെ നീരാട്ട്, എണ്ണ നീരാട്ട്. പൗർണമി കാവില. ഞാനൊന്നും പേരെടുത്ത് പറയില്ല വിചാരിച്ചത്, പിന്നെ അങ്ങനെ വന്നുപോയി. അതാണോ ഈശ്വരീയത? എല്ലാറ്റിലും സാത്വികം, രാജസം, താമസം. മൃഗബലി അത് താമസാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മൾ ഈശ്വരനെ അനുമോദിക്കാം, ഈശ്വരനെ അനുകരിക്കരുത്, ദൃശ്യത്തിൽ ഭ്രമിക്കരുത്, ദൃക്കിനെ അനുസന്ധാനം ചെയ്യണം. എത്ര പ്രാവശ്യം പറയാം? അപ്പോൾ അധർമ്മിഷ്ഠന്മാരെ സംഹരിപ്പാനും വേണ്ടി അതാത് കർമ്മഫലങ്ങളെ കൊടുക്കുന്ന സകല ദേവതാസ്വരൂപനായും പരമഹംസാശ്രമത്തിലിരുന്ന് പരമാത്മസ്വരൂപത്തെ അന്വേഷിക്കുന്നവർക്ക്, പരമാത്മസ്വഭാവത്തെ അന്വേഷിച്ചിട്ടില്ലെങ്കിൽ ജന്മം വൃഥ, പാഴായി എന്നാ പറയാം. പരമാത്മാവായ തൻ്റെ സ്വരൂപത്തെ കാട്ടിക്കൊടുക്കുന്ന പരമഗുരുവായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഇപ്പം ഏതൊക്കെ തരത്തിലാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്? പ്രംശയം. നമോ നമസ്തേ ഋഷഭായ സാത്വതാം വിദൂരകാഷ്ടായ മുഹുക്കുയോഗിനാം നിരസ്തസാമ്യാതിശയേന രാധസാ സ്വധാമനി ബ്രഹ്മണി രംസ്യതേ നമഃ. നമോ നമസ്തേ ഋഷഭായ സാത്വതാം വിദൂരകാഷ്ടായ മുഹുക്കുയോഗിനാം നിരസ്തസാമ്യാതിശയേന രാധസാ സ്വധാമനി ബ്രഹ്മണി രംസ്യതേ നമഃ. ഭക്തന്മാർക്ക് സാത്വതാം, സത്വമൂർത്തികളാക്കിയ ഭക്തി ഉണ്ടാവുള്ളൂ. ജ്ഞാനപ്രകാശകനും, ഋഷഭായ എന്ന് പറഞ്ഞാൽ ജ്ഞാനപ്രകാശകനും, പിന്നെ കുൽസിത യോഗികൾക്ക് വീണ്ടും വീണ്ടും എത്തുവാൻ കഴിയാത്ത ദൂരത്തോടു കൂടിയവനും. തൻ്റെ ഉള്ളിൽ ചൈതന്യം ഉണ്ട് എന്നുള്ളത് ആർക്കേ അറിയുള്ളൂ? സാത്വതാം, ഭക്തന്മാർക്ക്. വിദൂരകാഷ്ടായ, എത്തുവാൻ കഴിയാത്ത ദൂരത്തോടു കൂടിയാണ്. എവിടൊക്കെ പോയി അന്വേഷിച്ചാലും ഭഗവാനെ കിട്ടില്ല. അങ്ങനെ നട്ടം തീരുന്ന ആളാണ് ബഹുഭൂരിപക്ഷ ആൾക്കാരും. അപ്പോൾ സാമ്യവും അതിശയവുമില്ലാത്തതായ ഐശ്വര്യം കൊണ്ട്, രാധ എന്ന് പറഞ്ഞാൽ രാധസ, ഐശ്വര്യം എന്ന അർത്ഥം. സ്വസ്ഥാനമായ ബ്രഹ്മത്തിൽ. അപ്പോൾ സ്വസ്ഥാനമായ ബ്രഹ്മത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ബ്രഹ്മമൂർത്തിയായിട്ട് ആണ് ഭഗവാൻ ഇരിക്കണത്. പക്ഷേ കാണാൻ പറ്റില്ല. രമിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം. ഭക്തന്മാരുടെ ഹൃദയത്തിൽ ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നവനും, അഭക്തന്മാർക്ക് എത്ര തന്നെ ശ്രമിച്ചാലും അറിവാൻ കഴിയാത്ത ദൂരത്തിലിരിക്കുന്നവനും. ഇതിനേക്കാൾ ക്ലിയറായിട്ട് എങ്ങനെ പറയാം? സാദൃശ്യമോ അതിശയമോ ഇല്ലാത്ത വിധം അതിമഹിമയോടുകൂടിയ ഐശ്വര്യം നിമിത്തം സ്വരൂപമായ ബ്രഹ്മത്തിൽ എപ്പോഴും ആനന്ദിക്കുന്നവനായ, എപ്പോഴും ആനന്ദിക്കാനുള്ള വകയുണ്ട് കയ്യിൽ. ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം ആനന്ദിക്കുന്ന ഭഗവാന് വീണ്ടും വീണ്ടും നമസ്കാരം എന്ന് പറഞ്ഞു.
ഇനി 15ാമത്തെ ശ്ലോകം. ഒക്കെ 4 പേര് ഗംഭീര ശ്ലോകങ്ങളാണ്. യത് കീർത്തനം, യത് സ്മരണം, യത് ഈക്ഷണം. യത് ഈക്ഷണം എന്തിനാണ് കാണേണ്ടത്? യത് വചനം, യത് വന്ദനം, യത് ശ്രവണം, യദർഹണം. ലോകസ്യ സദ്യോ വിദ്നോതി കൽമഷം തസ്മൈ സുഭദ്രസ്രവസേ നമോ നമഃ. യത് കീർത്തനം, യത് സ്മരണം, യത് ഈക്ഷണം, യത് വന്ദനം, യത് ശ്രവണം, യത് അർഹണം. ലോകസ്യ സദ്യോ വിദ്നോതി കൽമഷം തസ്മൈ സുഭദ്രസ്രവസേ നമോ നമഃ. യാതൊരുവൻ്റെ കീർത്തനം, യാതൊരുവൻ്റെ സ്മരണം, യാതൊരുവൻ്റെ ഈക്ഷണം, യാതൊരുവൻ്റെ വന്ദനം, യാതൊരുവൻ്റെ ശ്രവണം, യാതൊരുവൻ്റെ അർഹണം ലോകത്തിൻ്റെ പാപത്തെ ക്ഷണത്തിൽ നശിപ്പിക്കുന്നു. ഭഗവാനെ സ്മരിക്കാൻ തുടങ്ങിയാൽ മതി, ലോകത്തിൻ്റെ പാപത്തെ ക്ഷണത്തിൽ നശിപ്പിക്കുന്നു. മംഗളകീർത്തിയമാനായ അവനായി കൊണ്ട് നമസ്കാരം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. സർവസാധനങ്ങളിൽ വെച്ചും ഭക്തിയോഗം തന്നെ ശ്രേഷ്ഠം എന്നതിനെ സ്മരിച്ചുകൊണ്ട് നമസ്കരിക്കണം. യാതൊരുവൻ്റെ കഥകളെ കീർത്തിക്കുകയും യാതൊരുവൻ്റെ സ്വരൂപത്തെ നമസ്കരിക്കുകയും. സ്വരൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ആരാ? ഭക്തവത്സലനാണ്. അത് നമ്മുടെ ഉള്ളിലാണ്. അപ്പം അത് ഉള്ളിലുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരെയും നമസ്കരിക്കണം. യാതൊരുവൻ്റെ സ്വരൂപത്തെ സ്മരിക്കുകയും യാതൊരുവൻ്റെ മൂർത്തിയെ കാണുകയും യാതൊരുവനെ വന്ദിക്കുകയും യാതൊരുവൻ്റെ ചരിത്രം കേൾക്കുകയും യാതൊരുവനെ പൂജിക്കുകയും ചെയ്യുന്നതിനാൽ ലോകം കാലതാമസം കൂടാതെ ക്ഷണത്തിൽ പാപത്തിൽ നിന്ന് വേറിടുന്നുവോ ഏറ്റവും മംഗളകരമായ കീർത്തിയോടുകൂടിയ ആ ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിക്കണമെന്നാണ് അർത്ഥം. എന്തിനധികം 14,000 ചില്ലം ശ്ലോകത്തിൽ ഒരു ശ്ലോകം നന്നായി പഠിച്ചാൽ മതി, നമുക്ക് രക്ഷപ്പെടാം. വിചക്ഷണായ ശരണോപസാദനാത് സംഗം വിദുസ്യോ ഭയതോ അന്തരാത്മനാം വിന്ദന്തി ഹി ബ്രഹ്മഗതിം ഗതക്ലമാസ്തസ്മൈ സുഭദ്രസ്രവസേ നമോ നമഃ. വിചക്ഷണായ ശരണോപസാദനാത് സംഗം വിദിസ്യോ ഭയതോ അന്തരാത്മനാ വിന്ദന്തി ഹി ബ്രഹ്മഗതിം ഗതക്ലമാ തസ്മൈ സുഭദ്രസ്രവസേ നമോ നമഃ. വിവേകമുള്ളവനാണ് വിചക്ഷണ. വിവേകമുള്ളവൻ, വിവേകമുള്ള ഈക്ഷണത്തോടു കൂടിയവനാണ് അർത്ഥം. യാതൊരുവൻ്റെ ചരണത്തെ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് അന്തരാത്മന എന്ന് പറഞ്ഞാൽ മനസ്സ്, അതിനാണ് നമുക്ക് ഇളക്കം. മായയുടെ വാസസ്ഥാനാണ് മനസ്സ്. സൗകുമാര്യമുള്ളവരെ കണ്ടാൽ സൗകുമാരുണ്ട് തോന്നില്ല, സൗകുമാര്യമില്ലാത്തവരെ കണ്ട തർക്കടില്ല തോന്നും. മായയാണ്. അപ്പം മനസ്സ് ശുദ്ധിയായാലോ എന്താ ഉണ്ടാവുക? ശരിക്ക് മനസ്സ് നല്ല മനസ്സാരെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശരീരം നോക്കിയിട്ട് പറയരുത്. വെളുപ്പാണ്, പുഷ്ടിയുണ്ട്, തുഷ്ടിയുണ്ട്, അത് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ മനസ്സിൻ്റെ 2 ലോകത്തിലുമുള്ള ചേർച്ചയെ തള്ളിക്കളഞ്ഞിട്ട് ശ്രമരഹിതന്മാരായിട്ട് ഗതക്ലമ ആയാസത്തോടു കൂടിയിട്ടെന്നർത്ഥം, വെരി ഈസി ബ്രഹ്മഗതിയെ പ്രാപിക്കുന്നു. ബ്രഹ്മഗതിയെ പ്രാപിക്കാൻ നമുക്കൊക്കെ അവകാശമുണ്ട്. പക്ഷേ കോഡ് ഓഫ് കണ്ടക്ട് ശ്രദ്ധിച്ചാൽ മതി. ആത്മാവിനെയും അനാത്മാവിനെയും തിരിച്ചറിഞ്ഞ വിവേകികൾ ആത്മസ്വരൂപനായ യാതൊരുവൻ്റെ പാദത്തെ, ആത്മസ്വരൂപനാണ് ഭഗവാൻ, ആത്മസ്വരൂപനായ യാതൊരുവൻ്റെ പാദത്തെ സർവാത്മഭാവേന ഭജിക്കുന്നത് കൊണ്ട് എല്ലാ ജീവജാലങ്ങളിലും എൻ്റെ ഉള്ളിലുള്ള ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഒന്നിനും ഹിംസിക്കാണ്ട് കഴിയൂ.
ഒന്നിനെയും ദോഷമായിട്ട് ഒന്നിനും ദോഷം പറയാൻ പറ്റില്ല. പിന്നെ അപ്പോൾ ഭജിക്കുന്നത് കൊണ്ട് മനസ്സിനെ ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള ഭോഗാകാംക്ഷയിൽ നിന്ന് പിൻവലിച്ചിട്ട്, ഇഹത്തിലും ഭോഗം വേണ്ട, പരത്തിലും വേണ്ട, സ്വർഗത്തിലും വേണ്ട, നേരെ എവിടെ നിരാകാരനായിരിക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് എത്തിയാൽ മതി, ആകാരമില്ലാണ്ട്. അപ്പോൾ ഭോഗാകാരം ഭോഗകാംക്ഷയിൽ നിന്ന് പിൻവലിച്ചിട്ട് കഷ്ടം കൂടാതെ തന്നെ ബ്രഹ്മഭാവത്തെ പ്രാപിക്കുന്നുവോ മംഗളപ്രദമായ കീർത്തിയോടുകൂടിയ ആ ഭഗവാനെ എപ്പോഴും നമസ്കരിക്കണം. 17ാമത്തെ ശ്ലോകം നോക്കൂ. തപസ്സിനോ ദാനപരായസസ്സിനോ മനസ്സിനോ മന്ത്രവിദ സുമംഗളാം ക്ഷേമം ന വിന്ദന്തി വിനായദർപ്പണം തസ്മൈ സുഭദ്രസ്രവസേ നമോ നമഃ. തപസ്സിനോ ദാനപരായസസ്സിനോ മനസ്സിനോ മന്ത്രവിദ സുമംഗളാ ക്ഷേമം ന വിന്ദന്തി വിനായദർപ്പണം തസ്മൈ സുഭദ്രസ്രവസേ നമോ നമഃ. 4-5 ശ്ലോകത്തിലെ അവസാന തസ്മൈ സുഭദ്രസ്രവസേ നമോ നമഃ, അത് കോമൺ ആണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു, തപസ്സിൽ ശ്രദ്ധിക്കുന്നവൻ, ദാനത്തിൽ താല്പര്യവാന്മാർ, യശസ്സുള്ളവൻ, യോഗികൾ, മന്ത്രങ്ങളെ അറിയുന്നവൻ, സദാചാരത്തിലിരിക്കുന്നവർ, സുമംഗള, സദാചാരത്തിലിരിക്കുന്നവർ യാതൊരുവനിൽ സമർപ്പിക്കാതെ ക്ഷേമത്തെ പ്രാപിക്കുന്നില്ല. ഇതെല്ലാം ഭഗവാനിൽ അർപ്പിക്കണം, യാതൊരുവനിൽ സമർപ്പിക്കാണ്ട്. ഭഗവാനിൽ സമർപ്പിച്ചാൽ മാത്രമേ നമ്മൾക്ക് യോഗബലം, ഭക്തിബലം, യശോബലമൊക്കെ ഉണ്ടാവുള്ളൂ. ഭക്തിയില്ലാത്തവർക്ക് എന്തൊന്നുണ്ടായാലും ഫലമില്ലെന്നുള്ളതിനെ പ്രകാശിപ്പിച്ചും കൊണ്ട് നമസ്കരിക്കണം. തപസ്, ദാനം, യശസ്സിന് കാരണമായ വീര്യ, ശൗര്യ, പാണ്ഡിത്യാദി അഷ്ടാംഗയോഗം, മന്ത്രം, സദാചാരം എന്നിവയെല്ലാം യാതൊരുവനിൽ സമർപ്പിക്കാതിരുന്നാൽ അത് മമതയ്ക്ക് വേണ്ടി ഉപയോഗിക്കരുത്, എപ്പോഴും പ്രീതിക്ക് വേണ്ടി ഉപയോഗിക്കുക. അവരവരുടെ കയ്യിൽ എന്തൊക്കെ ഇൻ്റലിജൻസ് ഉണ്ട്, എന്തൊക്കെ വിഭവങ്ങളുണ്ട്, അതൊക്കെ സഹജീവികളുടെ ഉന്നമനത്തിനായിട്ട്, എന്ന് പറഞ്ഞാൽ വൈകുന്നേരം പൂക്കുറ്റിയായിട്ട് കിടക്കാനല്ല. അപ്പോൾ ചിലവർ ഇതൊരു ജീവിതമാണോ, അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല, അത് സാത്വിക ഗുണനിധികൾക്ക് വേണ്ടിയിട്ടുള്ളതാ. അപ്പോൾ മന്ത്രം, സദാചാരം എന്നിവയെല്ലാം യാതൊരുവനിൽ സമർപ്പിക്കാതിരുന്നാൽ അതാതിൻ്റെ പരമഫലഭൂതമായ സുഖത്തെ, പരമഫലഭൂതമായ സുഖത്തെ കൊടുപ്പാൻ സമർത്ഥങ്ങളാകാതെ തന്നെ ഇരിക്കുന്നുവോ മംഗളകരമായ കീർത്തിയോടുകൂടിയ ആ ഭഗവാനെ എപ്പോഴും നമസ്കരിക്കണം. അപ്പോൾ ഭഗവാൻ ചില ഔദാര്യങ്ങൾ സാത്വിക ഗുണങ്ങൾക്ക് കൊടുക്കും, സാത്വിക ഗുണം അല്ലാത്തവർക്ക് കൊടുക്കില്ല. അത് അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം ഭഗവാൻ പക്ഷപാതിയാണെന്ന്. ആയിക്കോട്ടെ, ഭഗവാൻ എന്താ ഛേദം? ആർക്കാ ഛേദം? ഭഗവാന്റെ എന്താണെന്നാ പറയാം, പിന്നെ ഭക്തവാത്സല്യം ലഭിക്കാത്തവർക്ക്, ഔദാര്യം പറ്റാത്തവർക്ക്. ഞാൻ ഭഗവാന്റെ ഔദാര്യം പറ്റിയിട്ടുള്ള ആളാണ്. ഞാൻ സ്വപ്നത്തിൽ കാണാത്ത സഹായ സഹകരണങ്ങൾ ഭഗവാൻ മറ്റുള്ളവരെ കൊണ്ട് എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണോ, എല്ലാവരെയും മനസ്സുകൊണ്ട് നമസ്കരിക്കണു. ക്യൂവിൽ വെയിലത്ത് അന്നവധാനത്തിൽ നിൽക്കണോ പറഞ്ഞ് ഞാനും നിൽക്കും. കാരണം എന്താ, എനിക്കത് ചെയ്യാൻ പറ്റും. എന്നെ ആചാര്യം എന്നുള്ള നിലയ്ക്ക് ഒരു ആചാര്യൻ്റെ പൂണ് കഴിക്കാൻ പറയാം, എനിക്ക് എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റില്ല, അവർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. പ്രദോഷയോ എൻ്റെ ഇൻ്റലിജൻസ് അല്ല ഈ വിളിക്കണ ആൾക്കാർക്ക്. എൻ്റെ ഇൻ്റലിജൻസ് എന്താ, ഈ വെയിലത്ത് നിൽക്കണവരൊക്കെ മഹാപ്രസാദത്തിനുള്ളവരാണ്. അതിൽ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണവരുണ്ടാവാം, അതില്ലാത്തവരാവാം, ഒക്കെ ഒരേപോലെ. അപ്പോൾ സഹജീവികളോടുള്ള മര്യാദാമസരണമായ ജീവിത രീതി നമ്മളെ വളരെയധികം ഉയരത്തിലേക്ക് എത്തിക്കും.
ക്ലാസ് 1 ഓഫീസറായിട്ട് തിരഞ്ഞെടുക്കപ്പെടണ്ടെന്ന് പറയാൻ കാരണം എന്താ? ഇപ്പം ഞാൻ ഓഫീസ് സൂപ്രണ്ടാകുമ്പോൾ എല്ലാവർക്കും ഉപകാരം ചെയ്യും. എങ്ങനെ? മര്യാദയ്ക്ക് ഇരുന്നാൽ മെമ്മോ കിട്ടില്ലാട്ടോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ആരുടെ അടുത്തും തെറി വിളിക്കരുത്, എല്ലാവരോടും മര്യാദയ്ക്ക് ഇരുന്നാൽ ACR നന്നാവട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ എൻ്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധാവാനായിട്ട് ഇരിക്കുന്നത്. അവിടെ നിർത്താം. മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആകട്ടെ നമ്മുടെ പ്രാർത്ഥന.